അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആഹ് എല്ലാവർക്കും എന്താ പറയാ നമ്മളുടെ ഈ അനുഭവം പങ്കുവയ്ക്കുന്ന ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് മൂന്നാമത്തെ ഉം, ആഹ് പാർട്ടാണ് നമ്മൾ നടത്തുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉച്ചത്ത് പറയണമെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ, കാരണം റെക്കോർഡ് കേൾക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ. ആദ്യമായിട്ട് ജോയിൻ ചെയ്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ ഇസ്ലാം സ്വീകരിച്ചതിന്റെ ഒരു കഥയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നിൽ വന്ന മാറ്റങ്ങൾ, എന്നിൽ വന്ന ഇസ്ലാം എന്നിലേക്ക് വരുമ്പോൾ, ഹിദായത്ത് എന്നുള്ള വഴി, ആ ഹിദായത്ത് എന്നിലേക്ക് വന്നപ്പോൾ മാർഗദർശനം വരുമ്പോൾ നമ്മളിൽ കുറച്ച് എന്താ പറയാ പരിവർത്തനങ്ങൾ സംഭവിക്കും. ആ പരിവർത്തനം എന്താണ് എന്നുള്ളതും ആ പാകപ്പെടലുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇൻഷാ അള്ളാ ഞാൻ രണ്ട് ഭാഗങ്ങളിലായിട്ട് പറഞ്ഞു വെച്ചത്. അതിന്റെ തുടർ ആണ് ഇന്ന് ഇൻഷാ അള്ളാ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എല്ലാവരും ഹാപ്പി അല്ലേ? സൺഡേകളിൽ ഇങ്ങനെ കിട്ടുന്ന ഒരു ചെറിയ വളരെ കുറച്ച് സമയം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു എനർജി ആകട്ടെ എന്നും കൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇൻഷാ അള്ളാ. പലപ്പോഴും ഒരു ദിവസത്തിന്റെ തുടക്കം അവിടെ നമ്മൾ കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മൾ രാവിലെ എണീച്ചാലൊക്കെ ചില ആളുകൾ കട്ടൻ ചായ ഒക്കെ കുടിക്കും. അതേപോലെ ആ ഒരു എനർജി ബൂസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോ ആ ഒരു ശ്രമമാണ് ഇൻഷാ അള്ളാ. പിന്നെ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ കഴിഞ്ഞ പാർട്ട് 2 കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതൊന്ന് കേൾക്കണം. കാരണം അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. പക്ഷെ ഈ ക്ലാസ് അത് കേൾക്കാതെ കേട്ടു എന്ന് വെച്ചിട്ട് കുഴപ്പമുണ്ടായിട്ടല്ല, കുറച്ചുകൂടെ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ അപ്പൊ നമ്മൾ അറിവിനെ കുറിച്ചാണ് അവിടെയൊക്കെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. ഇതിലും നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാണ് പോണത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനേക്കാൾ വലുതായിട്ടൊന്നും ഞാൻ പറഞ്ഞു വെച്ചിട്ടുമില്ല, കഴിഞ്ഞിടത്തും പറഞ്ഞു വെച്ചിട്ടില്ല, പറയാൻ എനിക്ക് ഒട്ടും ഇല്ല എന്നതാണ്. ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അറിയുന്ന കാര്യത്തില് നമ്മള് കുറച്ചും കൂടെ ആഴത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന മറ്റൊരാൾ അറിയാതെ നമുക്ക് കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരിക്കും. അതിനെയാണല്ലോ നമ്മൾ തദബ്ബുർ എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ കഴിഞ്ഞതിൽ നമ്മളൊരു കണ്ടംപ്ലേഷനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു വിഷയത്തിലെ ധ്യാനിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോഴാണ് നമുക്ക് എന്ത് ശരിക്കും സംഭവിക്കുന്നത്? തദബ്ബുർ സംഭവിക്കുന്നത് അല്ലെ? അപ്പോ അതുപോലെ ഈ ഒരു ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണെങ്കിൽ കൂടിയും അതിനകത്ത് നിന്ന് എനിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടും ഉണ്ടായിരിക്കാം. ആ ഒരു വിഷയത്തെ കുറിച്ചാണ് ഇൻഷാ അള്ളാ പറയാൻ പോകുന്നത്. ഇപ്പോ ചെറിയ കാര്യമായിരിക്കും. ഖുർആന് അല്ലെങ്കിൽ വേദങ്ങളൊക്കെ തന്നെയും നമ്മള് ഖുർആനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഖുർആൻ നമ്മൾ പറയുന്ന സമയത്ത് ആയത്തുകൾ ചിലത് വളരെ ചെറുതായിരിക്കും, വളരെ ഷോർട്ട് ആയത്തുകളായിരിക്കും. നമ്മളത് പക്ഷെ ഭയങ്കര രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അല്ലെ? ആ ആ ആയത്തിനകത്ത് നമുക്ക് ഇരിക്കുമ്പോൾ ഇതിനകത്ത് എത്രയോ ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അതേപോലെ തന്നെ ഇപ്പോൾ സാധാരണഗതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഴഞ്ചൊല്ലുകളൊക്കെ പഠിക്കാറുണ്ട് അല്ലെ? അപ്പൊ ആ പഴഞ്ചൊല്ല് രണ്ടു വരിയൊക്കെ ഉണ്ടാവുള്ളൂ. ആ കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ഒരു സാധനമാണ്. പക്ഷെ അതിനകത്ത് നമ്മളോട് പറയും 2 പേജിൽ കവിയാതെ വിശദീകരിക്കാനൊക്കെ പറയും. ആ സമയത്ത് നമുക്ക് ഒരുപാട് അതിനകത്ത് പറയാനുണ്ട്. ഒരൊറ്റ സെന്റൻസേ ഉള്ളൂ. അതേപോലെ തന്നെ ഖുർആനിലെ ചില ആയത്തുകൾ, ആയത്തിൽ അല്ലെങ്കിൽ ഇപ്പോ ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പഠിച്ചെടുക്കുന്ന, കുട്ടികളാകുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു സാധനമാണ്. എന്നിട്ട് നമ്മൾ എന്താണ് അതിനകത്തും ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിന് മുകളിലുള്ളതും ഉപരിയിലുള്ളതും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൽ. അപ്പോൾ ഒരു ചെറിയൊരു കാര്യത്തിനകത്ത് എന്തൊക്കെയോ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഒരു വിത്തിനകത്ത് ഒരു വലിയ മരത്തെ ഒളിപ്പിച്ചു വെച്ചതുപോലെ ഒരു ആയത്തിനകത്ത് നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ അറിയാനും അതിൽ തദബ്ബുർ ചെയ്യാനും ഉണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഒരു വാസ്തവം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെന്താ പറയാ, എന്താ പറയാ, ഒരു ഒരു ഉദാഹരണം പറയാന്ന് പറഞ്ഞെങ്കിൽ, ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാല് നമ്മളുടെ കയ്യില് നമുക്ക് എന്തുണ്ട്, നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ആ എന്തിലേക്കാണ് നമ്മൾ ഈ ഒരു കാര്യത്തെ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ ഖുർആനെ ആ ഒരു ചെറിയൊരു ആയത്തിനെയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണെങ്കിലും നമ്മൾ സ്വീകരിക്കുന്നത് എന്തിലേക്കാണ് എന്നതിനെ കുറിച്ചാണ് ഇൻഷാ അള്ളാ ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മളുടെ അകം, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ, ഈ പ്രധാനമന്ത്രി അങ്ങനെ വലിയ ആളുകളൊക്കെ വരുന്ന സമയത്ത് റോഡ് മൊത്തം ക്ലീൻ ആക്കിയിടൂലേ? ബ്ലോക്കുകളൊക്കെ തീർത്ത് അവർക്ക് വരാൻ സുഗമമാകുന്ന രീതിയിൽ ആ ഒരു പ്രദേശത്തെ മൊത്തം മാറ്റും അല്ലെ? അപ്പൊ അതേപോലെ
ഹിദായത്ത് എന്നുള്ളത് വരുമ്പോ ആ മാർഗദർശനം അത് നമ്മളിലേക്ക് വരുമ്പോ കുറേ ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തുള്ള കുറേ കാര്യങ്ങൾ, പുല്ലൊക്കെ വെട്ടി, കാടൊക്കെ വെട്ടി, നമ്മളുടെ ബോഡിനകത്തുള്ള എല്ലാ സെൽസും, എല്ലാ സെല്ലുകളും അതിനു വേണ്ടി ഇങ്ങനെ തയ്യാറെടുക്കുന്നത് പോലെ അത് സ്വീകരിക്കാൻ പാകമായി നമ്മളുടെ ഹൃദയം ഇങ്ങനെ ശുദ്ധമാക്കപ്പെടുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. അതാണ് യഥാർത്ഥത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കൊരു സാധനം, ശുദ്ധമായ ഒരു സാധനത്തിനെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ആ ഇടം കൂടെ ശുദ്ധമാകണം, അല്ലെ? അപ്പൊ നമ്മള് ഖുറാനൊക്കെ കുട്ടികളുടെ അടുത്ത് വെക്കുമ്പോൾ പറയും, ആ സ്ഥലം നമ്മൾ ക്ലീൻ ആക്കും, അല്ലെ? ക്ലീൻ ആയ സ്ഥലത്താണ് വെക്കുന്നത്, അല്ലെങ്കിൽ നിലത്തൊന്നും ഇട്ട് പോകാൻ പാടില്ല. നമ്മൾ ആ ഒരു സാധനം എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്, അല്ലെ? അതേപോലെ തന്നെ ശുദ്ധമായ ശുദ്ധമായ പാല് ഇതാ പറയുക ചെയ്യാം, അല്ലെ? ആ പാല് മേടിക്കണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കഴുകി വെച്ച പാത്രമാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അത് വൃത്തിയാക്കും, എന്നിട്ടാണ് അതിനകത്ത് നമ്മൾ പാല് മേടിക്കുക. കാരണം എന്താണ്? ശുദ്ധമായതാണ് അത്. അതിനെ നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പം ആ പാത്രത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ശുദ്ധമായതിനെ കൂടെ അതെന്ത് ചെയ്യും? മലിനമാക്കും എന്നുള്ളതാണ്. അപ്പൊ എന്ത് സ്വീകരിക്കുന്നു എന്നതിനേക്കാൾ കൂടുതൽ എന്തിൽ സ്വീകരിക്കുന്നു എന്നുള്ളതിന് ഒരുപാട് പ്രസക്തിയുണ്ട്. അപ്പൊ ആ എന്തിൽ സ്വീകരിക്കുന്നു എന്നുള്ള സാധനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഹൃദയം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഖുർആനെ കാണുമ്പോഴെപ്പോഴും, ഖുർആനെ അലസമായിട്ട് എവിടെയെങ്കിലും ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സിൽ ആദ്യം വരാറുള്ള ആയത്തെന്ന് വെച്ചാൽ, ഇത് ഒരു പർവ്വതത്തിന് മുകളിലേക്കായിരുന്നു ഇറക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പർവ്വതം പൊട്ടിപ്പൊളരുമായിരുന്നു, ആ പർവ്വതം തകർന്നു പോകുമായിരുന്നു, പൊളരുമായിരുന്നു. ആ ഖുർആനാണ് ചിലപ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നമുക്ക്, ഞാൻ ഖുർആനൊക്കെ അന്വേഷിച്ച് കുറേ നടന്ന ഒരാളാണ്. ഒരു ഖുർആൻ തൊടാൻ കിട്ടുമോ, ഒരു ഖുർആന് നോക്കാൻ കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് അന്വേഷിച്ച ഒരാളാണ്. അപ്പോ പിന്നെ എന്നിട്ട് അത് കുറേ കാലം കഴിഞ്ഞിട്ടാണ് അത് എന്റെ കയ്യിലേക്ക് കിട്ടുന്നത്. അപ്പൊ അതേപോലെ അവിടെ ഇവിടെ എനിക്ക് ഇങ്ങനെ ഖുർആന് നമ്മളിങ്ങനെ കിടക്കണ കാണുമ്പോൾ എനിക്കത് ഒരു ഭയങ്കര ഒരു പ്രയാസമാണ്. കാരണം പർവ്വതത്തിന് മുകളിലേക്ക് ഇറക്കിയിരുന്നെങ്കിൽ അത് വളരുമായിരുന്നു എങ്കിൽ, അല്ല അത് ഇറക്കാൻ ഉദ്ദേശിച്ചത് എവിടെയാന്ന് വെച്ചാൽ മനുഷ്യന്റെ ഹൃദയത്തിനകത്താണ്. അതാണ് ഏറ്റവും സേഫ് സോൺ എന്ന് പറയുന്നത്. പർവ്വതം പൊട്ടിപ്പൊളരുമെങ്കിൽ, അത്രയും അതിന്റെ ഭാരം താങ്ങാൻ കഴിയാതെ അങ്ങനെ സംഭവിക്കുമെങ്കിൽ, അല്ല അതിനെ സ്വീകരിക്കാൻ പാകപ്പെടുത്തിയിട്ടാണ് നമ്മളുടെ ഹൃദയത്തെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഹൃദയത്തിനകത്തേക്ക് ഒരു ഖുർആൻ വേദം ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ, ഒരു ആയത്ത് എത്തുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ അത് വിശാലമാക്കപ്പെടുകയാണ് ചെയ്യുക. എന്തല്ലേ സുന്ദരമാണത്. നമ്മളുടെ വിശ്വാസിയുടെ ഹൃദയത്തിനകത്താണ് അള്ളാഹ്ക്ക് സ്ഥാനം എന്ന് പറയും. ഈ ലോകത്ത് എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട്, പക്ഷെ വിശ്വാസിയുടെ ഹൃദയത്തിനകത്താണ് ആ ഒരു സ്ഥാനം ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലം എന്നുള്ളത്. അപ്പൊ അത്രയും സുന്ദരമാക്കപ്പെട്ട ആ ഒരു ഹൃദയം, അവിടേക്കാണ് അത് കേറാൻ തന്നെ അതിന് കേറുമ്പോ അതിനെ കൊണ്ട് പ്രയോജനമുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, വേദം കേട്ടവരും പിന്നെ എന്ത് നല്ല വചനങ്ങളാണെന്നുണ്ടെങ്കിൽ അത് കേട്ട ആളുകൾ തന്നെയാണ് പലപ്പോഴും കലാപങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെ? വേദത്തെ വേറൊരു രീതിയിൽ മനസ്സിലാക്കുകയും അതിനെ നിന്ന് വേറൊരു പെർസ്പെക്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കലാപങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്ത ആളുകൾ നമുക്കറിയാം. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അത് എന്തിൽ സ്വീകരിച്ചു എന്നുള്ളതിന് ഒരുപാട് പ്രസക്തിയുണ്ട്. എന്തിൽ സ്വീകരിക്കുന്നു എന്നത്, നമ്മൾ സ്വീകരിച്ച സാധനങ്ങളൊക്കെ എന്തിലാണ് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്, ഉമ്മായും ഉപ്പായും നോക്കണം, ഉമ്മാനോടും ഉപ്പാനോടും മര്യാദയ്ക്ക് പെരുമാറണം, ഹസ്ബൻഡിനോട് എങ്ങനെ പെരുമാറണം, ഭാര്യയോട് എങ്ങനെ പെരുമാറണം, ഭാര്യയ്ക്ക് കെയർ കൊടുക്കണം, ഭാര്യനോട് എന്താ വെച്ചാല് വൈവാഹിക ബന്ധത്തില് കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. കുട്ടികളെ അടിക്കാൻ പാടില്ല, നല്ല പാരന്റ് ആവണം, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മളിൽ നിന്ന് വരുന്നത് എന്താണ്, ചെയ്തു പോകുന്നത് എന്താണ്? ഇപ്പോ ഉമ്മാനോടും ഉപ്പാനോടും ഒരു ചേ എന്ന വാക്ക് പോലും പറയരുത് എന്നുള്ള ആയത്ത് നമ്മൾ സ്വീകരിക്കുക നമ്മളെ ഹൃദയത്തിനകത്തേക്ക് എന്ന് വിചാരിക്കാം. അവരോട് ഏറ്റവും നല്ല രീതിയിൽ മാന്യമായിട്ട് പെരുമാറണം എന്നുള്ളൊരു ആയത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. അപ്പൊ സ്വീകരിക്കുന്ന ഹൃദയത്തിനകത്ത്, ഞാൻ എൻ്റെ അമ്മേനോടും എൻ്റെ ഉമ്മാനോടും ഉപ്പാനോടും മര്യാദയ്ക്ക് തന്നെയാണ് പെരുമാറുന്നത്. അവര് ഞാൻ അത്രയും കാലം അവരൊക്കെ മര്യാദയ്ക്ക് തന്നെയല്ലേ നോക്കിയത്. അവർ ഒരു എന്നെ എത്രയും പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് ചെറുപ്പത്തിൽ, അവരെന്നെ നല്ല അടിച്ചിട്ടുണ്ട്, നല്ല വഴക്ക് കേട്ടിട്ടുണ്ട് എനിക്ക്. എന്നിട്ട് ഞാൻ എനിക്ക് നോക്കണല്ലേ, ഈ ഒരു കോണ്ടക്സ്റ്റിനകത്തേക്കാണ്, ഈ ഒരു ഹൃദയത്തിനകത്തേക്കാണ് നമ്മൾ ഈ ഒരു ആയത്തിനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ ആയത്തിന് എന്തൊക്കെ സംഭവിക്കും? സ്വാഭാവികമായിട്ടും നമ്മളുടെ ഹൃദയത്തിനകത്ത് അത് വന്നു കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെയൊക്കെ, ഞാൻ കുഴപ്പമില്ലാതെ അവരൊക്കെ നോക്കുന്നുണ്ട്, ഞാൻ മര്യാദയ്ക്ക് തന്നെയാണ് പെരുമാറുന്നത്, ഇത്രയും കാലമൊക്കെ ഞാൻ നല്ലോണം തന്നെ അവരോട് നിന്നത്, ഈ ഒരു സ്ഥാനത്തിനകത്തേക്ക് ഈ ഒരു ആയത്ത് എത്തുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അത് എന്താണോ ആ ആയത്ത് ഉദ്ദേശിച്ചത്, ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു സംഭവം നമുക്ക് കിട്ടൂല എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ സ്വീകരിക്കുന്ന ഇടം, പാല് ഒഴിക്കുന്ന പാത്രം അത് ശുദ്ധമല്ലെങ്കിൽ ആ ഒഴിച്ച പാലിനെ അത് മലിനമാക്കും എന്നുള്ളതാണ്. ആ ഒഴിച്ച പാലിനെ
അതിനകത്ത് കടന്നിട്ട് നമ്മളുടെ പാത്രം എങ്ങനെയാണോ ആ പാത്രത്തിനനുസരിച്ച് അത് പ്രവർത്തിച്ചു തുടങ്ങും എന്നുള്ളതാണ്. അപ്പോ പാത്രം എപ്പോഴും കോണ്ടസ്റ്റ് കണ്ടന്റ് എന്താണെന്നതിനേക്കാൾ കൂടുതൽ നമ്മളുടെ ഉള്ളിലുള്ള നമ്മൾ സ്വീകരിക്കുന്ന ആ ഒരു പാത്രം അത് ശുദ്ധമാണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ സ്വീകരിച്ച ഇക്കാലം അത്രയും നമ്മൾ സ്വീകരിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും അത് എങ്ങനെയുള്ളതായിരുന്നു, ഏത് ഒരു ഹൃദയത്തിനകത്തേക്കായിരുന്നു ഞാൻ ഓരോ ആയത്തും അല്ലെങ്കിൽ ഓരോ ഉപദേശവും ഞാൻ അറിയുന്ന ഓരോ കാര്യവും സ്വീകരിച്ചത് എന്നത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ടാവും. നമുക്കൊന്ന് പരിശോധിക്കുകയും ചെയ്യാം. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് എന്താ ഇങ്ങനെ ഒരു സാധനം തോന്നാൻ കാരണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹൃദയം ഈ ഒരു സാധനം സ്വീകരിക്കുന്ന സമയത്ത് അത് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. അറിവുണ്ട് എന്നതിനേക്കാൾ കൂടുതൽ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുമ്പോൾ, ഇപ്പൊ ഭാര്യയാണെങ്കിലും ഭർത്താവാണെന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരോട് എങ്ങനെ പെരുമാറണം, എന്താക്കണം എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷെ അത് പ്രായോഗിക തലത്തിൽ വരുമ്പോൾ നമുക്കത് പറ്റുന്നില്ല എങ്കിൽ നമ്മൾ സ്വീകരിച്ചത് ആ ഒരു സാധനം സ്വീകരിച്ചത് കുറേ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ നമ്മളെ തലയിൽ കയറിയിട്ടുണ്ടായിരിക്കും. ഇപ്പം പൊതുവെ ഇന്നത്തെ കാലത്തെ നമ്മൾ റീൽസുകളിലൊക്കെ തന്നെയും കൂടുതലായിട്ട് ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്ത് പെണ്ണ് വളരെ മോശമായിട്ടൊരു സാധനം ആയിട്ട് ചിത്രീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വളരെ ദുർബലയായിട്ടുള്ള, ദുർബല എന്ന് ഞാൻ പറയാൻ കാരണം കുഞ്ഞു കുഞ്ഞു വിഷയത്തിനകത്ത് അവൾ വലിയ പ്രശ്നമായിട്ട് കരുതുന്ന കുറെ കാര്യങ്ങൾ. ഇപ്പോ വെഡിങ് ആനിവേഴ്സറി എന്നാണ് എന്നറിയാത്തതിന്റെ പേരില്, കുട്ടികളുടെ ബർത്ത്ഡേ എന്നാണെന്ന് അറിയാത്തതിന്റെ പേരില് വഴക്ക് കൂടുകയും പ്രശ്നം ഉണ്ടാക്കുകയും അല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമായി എടുക്കുകയും ചെയ്യുന്ന കുറേ റീൽസുകൾ ഈ അടുത്ത കാലത്ത് കുറെ കേട്ടിരുന്നു. അപ്പൊ ഒരാള് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരാള് അങ്ങനെ റീൽസ് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു രീതിയിൽ തന്നെയാണ് എന്റെ ഭാര്യയും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന രീതിയിൽ അടുത്ത റീൽസ് വരുന്നു. അങ്ങനെ പെണ്ണിനെ ആ ഒരു ലെവലിലേക്ക് ഇങ്ങനെ താഴ്ത്തി താഴ്ത്തി കൊണ്ടുവരാണ്. യഥാർത്ഥത്തില് പെണ്ണെന്താണോ ആഗ്രഹിക്കുന്നത് ഭർത്താവിൽ നിന്ന്, ആ ഒരു സാധനം വളരെ എന്താ പറയാ വളരെ നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ വളരെ ചെറുതായ രീതിയിലോ അവതരിപ്പിച്ചെടുക്കുക, അത് ശരിക്കും പറഞ്ഞാല് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ നമ്മള് എങ്ങനെ ഭാര്യനോട് പെരുമാറണം, എങ്ങനെ ഭർത്താവിനോട് പെരുമാറണം, ഈ ഒരു സാധനം ഇപ്പോ പൊതുവെ ആണുങ്ങള് പറയാറുണ്ട്, അവരെ പറയുന്നൊന്നും അപ്പൊ തന്നെ അങ്ങോട്ട് കേൾക്കണ്ട. ഭാര്യ ഇപ്പൊ കല്യാണം കഴിയുന്നതിന് മുമ്പേ നമുക്ക് കുറെ ഉപദേശങ്ങൾ കിട്ടുമല്ലോ. അതില് ആൺകുട്ടികൾക്ക് പൊതുവെ കിട്ടുന്ന ഒരു സാധനമാണ് ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ആളുകളുടെ ഇടയിൽ നിന്ന് കിട്ടുന്നത്. അവർ പറയുമ്പോഴേക്ക് ചെയ്തു കൊടുക്കണ്ട, അവർ തലയിൽ കയറും. അതൊരു സാധന, ഒരു ടാഗ അങ്ങനെ അങ്ങോട്ട് വന്നു പോയതാണ്. എന്താ പറയാ, എല്ലാവരുടെ അടുത്തേക്ക് ഒരു സാധനം പോയിട്ടുണ്ട്. പറഞ്ഞ അപ്പൊ തന്നെ അങ്ങോട്ട് ചെയ്തു കൊടുക്കണ്ട, കാരണം എന്താ വെച്ചാൽ തലയിൽ കയറും ഈ സാധനം. നമ്മള് അല്ലെങ്കിൽ പറഞ്ഞ അപ്പൊ തന്നെ പെൺകുട്ടികളുടെ മനസ്സിലും ഇങ്ങനത്തെ സാധനം ഉണ്ട്. അമ്മായിമ്മേനോട് ഉള്ള കുറച്ച് ഉപദേശങ്ങൾ അല്ലെങ്കിൽ ഭർത്താവിനോടുള്ള ഉപദേശങ്ങൾ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ തലയിലേക്ക് ഇത് അവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് എന്ത് വരുമ്പോഴും ഈ സാധനം നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിൽ നിന്ന് അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോ ഭർത്താവ് പറയാ എത്ര തന്നെ ഇപ്പൊ പെണ്ണ് കുറെ ചോദിച്ചൊരു സാധനമാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് അത് ചെയ്തു തരാൻ പറ്റൂല, ചെയ്തു തന്നാൽ നീ തലയിൽ കയറും എന്നുള്ളൊരു സാധനം നമ്മളെ മനസ്സിലുണ്ടായത് കൊണ്ട് തന്നെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നു. അവിടെ ഇപ്പൊ ഒരു പൈസ, പണ്ടൊക്കെ കാലത്ത് നമുക്കറിയാം ഉമ്മമാരൊക്കെ വളരെ ഇങ്ങനെ ബെഗ് ചെയ്യണ പോലെയാണ് ഉപ്പാന്റെ അടുത്ത് പോയിട്ട് പൈസ ചോദിക്കുക അല്ലെ. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അനുഭവം ഉണ്ടായിരിക്കും, എനിക്ക് ഇത്ര രൂപ തരുമോ, അപ്പോ നിന്റെ അടുത്ത് ഇപ്പൊ ഇല്ല എന്നൊക്കെ പറയും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ടൈറ്റ് ആക്കി കുറച്ചൊക്കെ വെച്ചതിന് ശേഷമായിരിക്കും എന്താ പറയാ ഉപ്പ ഉമ്മാക്ക് ആ പൈസ എടുത്ത് കൊടുക്കുക അല്ലെ. അപ്പൊ അങ്ങനെ ടൈറ്റ് ആക്കിയിട്ടേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സാധനം നമ്മുടെ തലയിൽ കയറിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അതിനകത്ത് എത്ര തന്നെ ഭാര്യമാര് നന്നാകാൻ ശ്രമിച്ചാലും ആ പാത്രത്തിനകത്ത് ഇതാണ് ആൾറെഡി ഉള്ളത്. ആ പാത്രത്തിനകത്തേക്ക് വീണ്ടും നല്ല സ്വഭാവമോ നല്ല സാധനങ്ങൾ എന്തിട്ട് കൊടുത്തിട്ടും കാര്യമില്ല. ആ കോണ്ടസ്റ്റ് ഇതാണ്. അതിനകത്തേക്ക് നല്ല സാധനങ്ങളൊന്നും ഇട്ടിട്ട് കാര്യമില്ല. എനിക്ക് കിട്ടിയ സാധനം ആദ്യമേ ഇതാണ്, ഭാര്യ തലയിൽ കയറും അവളോട് മര്യാദയ്ക്ക് നിന്നാല് എന്നുള്ള സാധനം. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ എല്ലാ സാധനങ്ങളും എല്ലാ അറിവുകളും സ്വീകരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെപ്പോഴും എന്തുണ്ടാവും, പാത്രത്തിനകത്ത് അഴുക്കുണ്ടെങ്കിൽ പാൽ എത്രത്തോളം കേടുവരുമോ അതേപോലെ തന്നെ ആ പാത്രം ശുദ്ധമല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനകത്തേക്ക് എന്ത് കിട്ടിയിട്ടും കാര്യമില്ല, അത് ചീത്തയാക്കിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി എപ്പോഴും നമ്മൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അവിടെയുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മള് ഞാൻ ഇന്നൊരാളാണ്, ഞാൻ ഇന്നൊരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ അതിനെ എപ്പോഴും ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്.
അപ്പൊ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാല് ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കഷ്ടപ്പാടുള്ള അല്ലെങ്കിൽ ദയനീയമായ ഒരു അവസ്ഥയാണ്. ഇപ്പൊ ഒരാളോട് ഡോക്ടർ ആവുക, അല്ലെങ്കിൽ കളക്ടർ ആവുക, അല്ലെങ്കിൽ ഒരു കുടുംബിനി ആവുക, ഒരു ടീച്ചർ ആവുക, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ആ ഒരു പേഴ്സണാലിറ്റി തന്നെ നമ്മൾ നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളൊരു കല്യാണത്തിന് പോവാന്ന് വിചാരിക്കാം. കല്യാണത്തിന് പോകുമ്പോൾ നമ്മളൊരു ബാഗൊക്കെ തൂക്കി അടിപൊളി പർദ്ദയും ഷോളും സാധനങ്ങളൊക്കെ ഇട്ട് നമ്മളിങ്ങനെ പോവാണ്. ആ ബാഗൊക്കെ തൂക്കി നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് എന്താ, ഞാൻ ഇന്ന ആളെ മോളാണ്, അല്ലെങ്കിൽ ഇന്ന ആളെ ഭാര്യയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ഈ ഒരു സാധനത്തിൽ നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇത്ര ഇത്ര വരുമാനമുള്ള അല്ലെങ്കിൽ ഇത്ര പൈസ ഉള്ള ആളാണ് ഞാൻ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ നിൽക്കാന്ന് വിചാരിച്ചു. ആ പേഴ്സണാലിറ്റിയിൽ നമ്മൾ എത്രത്തോളം മസിൽ പിടിച്ച് നിൽക്കും? നമുക്കത് കഴിയൂല എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു അങ്ങനെ നമ്മൾ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് നമ്മളാകാൻ സാധിക്കാതെ പോകും. നമ്മൾ എപ്പോ നമ്മളാകാതെ നിൽക്കുന്നുവോ അവിടെ ഒന്നും നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മളിത് വളരെ എല്ലാ മനുഷ്യന്മാരിലും ഉള്ളതാണിത്. ഇപ്പൊ ഞാന് പിന്നെ ഇപ്പൊ നമ്മള് ഒന്ന് ചിന്തിച്ചാൽ മതി. ഞാനൊരു സ്ഥലത്ത് വരെ പോകുമ്പോ, അല്ലെങ്കിൽ ഞാനൊന്ന് പുറത്തിറങ്ങുമ്പോ, അപ്പൊ വീട്ടില് നിന്ന ആ അമ്മ, ആ പാരന്റ്, അല്ലെങ്കിൽ ആ ഉമ്മ ഒരു ഡ്രസ്സ് മാറ്റി പിന്നെ ബാഗും തൂക്കി പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഞാൻ ഇന്നൊരാളാണ് എന്നുള്ള ഒരു പേഴ്സണാലിറ്റി സാധനം എടുത്തിടും. ഒരു മാസ്ക്, പേഴ്സണ എന്ന് പറഞ്ഞാൽ തന്നെ മാസ്ക് എന്ന് അർത്ഥം. ശരിയാ, പറഞ്ഞപ്പോഴാണ് ഇവിടെ ഓർമ്മ വന്നത്. അപ്പൊ ആ മാസ്ക് എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് നമ്മളോട് പോവുക ചെയ്യാ, അല്ലേ? പിന്നെ ആ മാസ്കിലാണ് നമ്മൾ എപ്പോഴും എല്ലാവരോടും സംസാരിക്കുന്നത്. അതൊരു ഒരു സമയം വരെ നമുക്കതിന് കഴിയുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളായിട്ട് പുറത്തേക്ക് വരും. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ എന്റെ കൂടെ പ്രിലിക്ക് പഠിച്ചിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവർ കണ്ണൂർക്കാരാണ്. അപ്പൊ അവള് പറയും, എന്റെ വീട്ടില് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാല് ഞങ്ങള് ഫസ്റ്റ് ഡേ തന്നെ അവർക്ക് എല്ലാ സംഭവങ്ങളും അങ്ങോട്ട് വിളമ്പാറില്ല. എല്ലാ വിഭവങ്ങളും അങ്ങോട്ട് കൊടുത്ത് പറയുമ്പോ കണ്ണൂർക്കാര് ഭയങ്കര പാചകത്തിന്റെയും സൽക്കാരത്തിന്റെയും ഒക്കെ ആളുകളാണ്. പക്ഷെ അവള് പറയും, ഞങ്ങൾ ഒന്നായിട്ട് ഒരിക്കലും എല്ലാ സാധനങ്ങളും അങ്ങോട്ട് വിളമ്പാറില്ല. വളരെ ചെറിയ പ്രായമാണ്. പ്രിലി എന്ന് പറയുമ്പോ 16 വയസ്സായ ഒരു കുട്ടി പറയുന്നതാണത്. അതിന്റെ കാരണം എന്താ? 16 പ്രിലി അല്ല, അവള് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിരുന്നു. ഏറിപ്പോയ 18 വയസ്സ് 19 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ അവള് പറയാ, ഞങ്ങൾ മാറ്റി ഇങ്ങനെ വിളമ്പി ടേബിളിൽ വെച്ച് അവരെ ഭയങ്കരമായിട്ട് തീറ്റിപ്പിച്ച് അവരെ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്ത് അവർക്ക് ഫുൾ ആ ദിവസത്തിനെ ആകെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന ആ രീതിയിൽ ഞങ്ങൾ ചെയ്യാറില്ല. കാരണം അവർക്ക് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഞങ്ങളെ വീട്ടിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീണ്ടും ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ അവർ പലപ്പോഴും വിചാരിക്കുക എന്താ വെച്ചാൽ ഇതൊക്കെയാണ് എന്നുള്ളതാ. ഫസ്റ്റ് ഡേ നമ്മൾ കുറെ ബിരിയാണിയും എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസവും നമുക്ക് അതേപോലെ തന്നെ കൊണ്ടുനടക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല അവരെ. അതേപോലെ അവരെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഞങ്ങളെ വീട്ടിൽ എന്താണോ അന്നുള്ളത്, ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ എന്താണോ സാധാരണഗതിയിൽ ചെയ്യുന്നത്, അതന്നെയാണ് അവർക്കും ഗസ്റ്റിനും കൊടുക്കാറുള്ളത്. ഞങ്ങൾ എങ്ങനെയാണോ ഞങ്ങളെ വീട്ടിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പെരുമാറാറ്, അത് തന്നെയാണ് ഞങ്ങളെ വീട്ടിൽ ഒരാൾ വന്നാലും നമ്മൾ കൊടുക്കാറുള്ളത്. അതൊരു ഭയങ്കര അറിവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാല് നമ്മൾ നമ്മളുടെ വ്യക്തിത്വത്തിൽ നിൽക്കുക. നമ്മൾ പേഴ്സണാലിറ്റി എന്നതിനേക്കാൾ ഇൻഡിവിജ്വാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം അതിനെ. ഞാനായിട്ട് നിൽക്കുക. ആ നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ പിന്നീട് നമുക്ക് ചിലപ്പോൾ അതെന്താ ഇവർ ഇങ്ങനെ എന്നൊക്കെ ചിലപ്പോൾ തോന്നിയെന്ന് വരാം. പക്ഷെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം അവരിലേക്ക് ചെല്ലാനും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവരോട് പറയാനും ഒക്കെ നമുക്ക് തോന്നുന്ന ഒരു വ്യക്തിത്വമായിട്ട് നമുക്ക് അവരെ എണ്ണാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്നൊരാളാണല്ലോ എന്നുള്ള രീതിയിൽ കുറച്ചു നേരം അയാളെ ഇങ്ങനെ ബഹുമാനിച്ചു, ഇയാൾ ഇങ്ങനെ സംഭവമാണല്ലേ, അയ്യോ ഇയാൾ ഇങ്ങനെയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ മോതിക്ക് നോക്കി നിൽക്കുന്നല്ലാതെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അവരോട് സംസാരിക്കാനോ അവരോട് ആ രീതിയിൽ അതേപോലെ നിൽക്കാനോ നമുക്ക് കഴിഞ്ഞോളന്നില്ല എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 23 വർഷക്കാലം വളരെ സുന്ദരമായിട്ട് ദാവത്ത് നടത്താൻ കഴിഞ്ഞത് തന്നെ ആ ദാവത്തിന്റെ ആ സക്സസിലേക്ക് 23 വർഷക്കാലം വളരെ സുന്ദരമായിട്ട് അത് കൊണ്ടുപോകാൻ സാധിച്ചത് തന്നെ റസൂലുള്ളാഹി നിന്നു എന്നുള്ളതുകൊണ്ടാണ്, മനുഷ്യനായി നിന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പം എന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആൾക്കും എനിക്ക് കിട്ടിയ അറിവ് കിട്ടണം എന്ന് ആഗ്രഹിക്കുകയും അയാളെയും പരലോകത്ത് സ്വർഗത്തിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം കൊണ്ടാണ്. ത്വായിഫൊക്കെ അതിന് വളരെ വലിയ ഉദാഹരണമാണ്. മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിട്ടും എന്റെ ജനങ്ങൾക്ക് ഹിദായത്ത് കിട്ടണം, അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയിച്ചു കൊടുക്കണം, അവർക്കും സ്വർഗം കിട്ടണം എന്നുള്ള അതിയായ ആഗ്രഹം അത് എങ്ങനെ വരുന്നതാണ്? നിങ്ങൾ ആലോചിച്ചു, അത് എങ്ങനെ വരുന്നതാണ്? ആ സാധനം വരുന്നത് ഞാനും എന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളും മനുഷ്യനാണ് എന്ന് ചിന്തിക്കുന്നിടത്ത് മാത്രമേ അത് കിട്ടുള്ളൂ എന്നുള്ളതാണ്. റസൂലുള്ളാഹിനെ എന്തൊക്കെ രീതിയിൽ അള്ളാഹ് പുകഴ്ത്തിയിട്ടുണ്ട്, എന്തൊക്കെ മഹത്വങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാ അല്ലെ? എല്ലാ കാര്യങ്ങളും റസൂലുള്ളാഹിനെ അഷ്റഫുൽ ഹൽക്കും അഷ്റഫുൽ ഖുൽക്കും അതുപോലെ തന്നെ
അവസാനത്തെ പ്രവാചകൻ എന്ന് പറയുന്നു. ഹദീസുകളിലൊക്കെ തന്നെയും നമുക്കറിയാം, ഓരോ ഹദീസുകളിലും റസൂലുള്ളാഹിനെ കുറിച്ച് പറയുന്നു. അത് ഭയങ്കര അത്രയും ആയത്തുകളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഖുർആൻ ഇറക്കപ്പെടുന്നു എന്നുള്ള രീതിയിൽ കൂടിയും റസൂലുള്ള അഹംഭാവം കാണിച്ചിട്ടില്ലല്ലോ. അപ്പൊ നമുക്കൊരു ആയത്തിന്റെ അർത്ഥം അറിയുകയും ഒരായത്ത് ഒരു സ്ഥലത്ത് നമുക്ക് പറയുകയും അതിന്റെ വിശദീകരണം പറയാനും പറ്റുമ്പോഴത്തേക്കും നമ്മൾ ആരായി, നമുക്ക് ഭയങ്കര സംഭവമായി എന്ന് തോന്നൽ വരികയാണ്. പക്ഷെ ഖുർആൻ ഇറക്കുന്ന ആ ഒരു മനസ്സിന്റെ ഉടമയായിട്ട് പോലും റസൂലുള്ള അവിടെ ഞാൻ വലിയ ആളാണെന്ന് വിചാരിച്ചിട്ടില്ല. റസൂലുള്ളാക്ക് ഞാൻ അള്ളാന്റെ റസൂലാണ് എന്ന് പറഞ്ഞ് പലതും നേടിയെടുക്കായിരുന്നു. പക്ഷെ അതൊന്നും നടക്കുന്നില്ല അവിടെ. അവിടെ ഞാനും നീയും മനുഷ്യനാണ് എന്നുള്ള ഒരൊറ്റ ഭാവത്തിലാണ് അവിടെ ദാവത്ത് കംപ്ലീറ്റ് നടക്കുന്നത്. ഇപ്പം പിന്നെ ശത്രുക്കളുടെ ഇടയിലാണെങ്കിൽ കൂടിയും അവരിൽ നന്മയുണ്ട്, അവർക്ക് ഈ ഒരു നന്മ എത്തിച്ചു കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സിന്റെ അവസ്ഥയിലേക്ക് ഞാനും നീയും മനുഷ്യനാണ് എന്നുള്ള ആ മനുഷ്യൻ. ഇപ്പൊ നമ്മൾ ഒരാള് നന്നാകുമ്പോ അയാൾ കലക്ടറായിന്നോ അയാൾ ഡോക്ടറായിന്നോ എന്നല്ലല്ലോ പറയാ. കാരണം പച്ചയായ മനുഷ്യന് നല്ല മനുഷ്യനാണ് എന്ന രീതിയിലേക്കാണ് അയാൾക്ക് ഗ്രേഡ് കൊടുക്കുക അല്ലെ. ഒരാൾ നല്ല സ്വഭാവം കാണിക്കുകയും നല്ല വ്യക്തിയായി മാറുമ്പോൾ നമുക്ക് അടിപൊളിയാണെന്ന് പറയുമ്പോൾ അയാള് പിന്നെ ഒരു നല്ല മന്ത്രിയാണെന്നാണ് നമ്മൾ പറയുക. അയാള് ഒരു മനുഷ്യനാണ്. എത്ര വലിയ ആളുകളായാലും രാജാവാണെങ്കിലും മന്ത്രിയാണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെയും അയാളുടെ പൊസിഷൻ അയാള് അച്ചീവ് ചെയ്യുന്നതോട് കൂടി തന്നെ നമ്മൾ അയാൾക്ക് കൊടുക്കുന്ന, അയാൾ നന്നായാൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഇതെന്താ വെച്ചാൽ അയാൾ മനുഷ്യനാണ് എന്നുള്ളത് അല്ലെ. അയാൾക്ക് അങ്ങനെ നിലനിൽക്കുമ്പോൾ മാത്രമേ ഇവിടെ ചരിത്രത്തിൽ സ്ഥാനം ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോ ഭരണാധികാരികൾ ഏറ്റവും മോശമായിട്ട് ഭരണം നടത്തിയ ഹിറ്റ്ലർ അടക്കമുള്ള, അല്ലെങ്കിൽ നമ്മൾ ചരിത്രത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഫിർആൻ അടക്കമുള്ള, നമ്മൾ അവരെ എങ്ങനെയാണ് ഓർക്കുന്നത്? മറിച്ച് നമ്മൾ ഗാന്ധിജീനെ എങ്ങനെയാണ് ഓർക്കുന്നത്? ഇപ്പോ ആ ഒരു തലം നമ്മൾ എത്ര തന്നെ വലുതാകുമ്പോഴും നമ്മൾ അകത്തുള്ള ആ മനുഷ്യനെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എപ്പോഴും സക്സസ് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. സക്സസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ ഒരു പറ്റം ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുഞ്ഞു കുഞ്ഞി പൊസിഷൻസ് ആയിരിക്കും അല്ലെ. ഇപ്പോൾ ടീച്ചർ, ഡോക്ടർ, പിന്നെ അല്ലെങ്കിൽ പാരന്റ്, കുടുംബിനി, ഇതൊക്കെയാണ് ആയിരിക്കും നമ്മള്. അപ്പൊ അവിടെയും ഈ ഒരു ചെറിയ അഹങ്കാരം നമ്മളിലേക്ക്, അഹങ്കാരം ഉള്ള പദമൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, ആ ഒരു സാധനം ഞാൻ അതാണ് എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുന്നതിനേക്കാൾ നമ്മൾ പെർഫെക്റ്റ് ആവുക, ഞാൻ ഇതൊക്കെ ആണെങ്കിൽ കൂടിയും ഞാൻ മനുഷ്യനാണ് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പൊസിഷൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താ പറയാ, വലിയ ആളുകളെ കാണുമ്പോൾ സാധാരണഗതിയിൽ എന്നിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പേടിയാ. എനിക്ക് ഒരാളോട് ഇങ്ങനെ ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതെന്റെ ഒരു ഇതിൽപ്പെട്ട സാധനമാണ്. അതിന്റെ ഒരു ഇതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ കുട്ടിയാകുമ്പോ തന്നെ എന്നിൽ ഉണ്ടായിരുന്നു ഒരു സാധനം. ഒരാളോട് ഫേസ് ചെയ്യുമ്പോൾ, ഒരാളോട് സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം. അങ്ങനെ ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സാധനമായിരുന്നു ഇത്. കാരണം എന്താ വെച്ചാല് എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും മനുഷ്യനാണ് എന്ന് ഞാൻ ചിന്തിക്കും. എന്നിട്ട് അത് മാറ്റിയെടുക്കാൻ ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറെ ഫേസ് ചെയ്യാനുള്ള സാധനം തന്നെ ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കുറെ ഉണ്ടാക്കിയൊരു തിയറി ആയിരുന്നു അത്. കാരണം എന്താ വെച്ചാൽ ഇയാള് കുട്ടിയായിരുന്നല്ലോ, ആ കുട്ടിയായിരുന്ന സമയത്ത് ഞാനും അതേ കുട്ടിയായിരുന്നു. അപ്പൊ ആ കുട്ടി എന്നുള്ളതിൽ നമ്മൾ രണ്ടുപേരും ഈക്വൽ ആണ്. അപ്പൊ അയാൾ വളർന്ന് വലുതായി അയാൾ ഒരു പൊസിഷൻ അച്ചീവ് ചെയ്തു, അല്ലെങ്കിൽ അയാള് വിദ്യാഭ്യാസ തലത്തിലോ അല്ലെങ്കിൽ പണത്തിന്റെ തലത്തിലോ ഒക്കെ ഉയർന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു വലിയൊരാളായി, അപ്പൊ തന്നെ എനിക്ക് പേടി. എനിക്ക് വലിയ ഭയങ്കര എല്ലാം കൊണ്ടും അച്ചീവ് ചെയ്ത ഒരാളാണെന്നില്ല. എനിക്ക് ഒരാളെ കാണുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഫേസ് കൊടുക്കാനും സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടായപ്പോ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാല് അയാളുടെ ഉള്ളില് ഒരു മനുഷ്യനുണ്ട്. അയാൾ എത്ര തന്നെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഞാനും അയാളും അള്ളാന്റെ സൃഷ്ടിയാണ്, അത് മനുഷ്യനാണ് എന്നുള്ളൊരു സാധനം എന്റെ ഉള്ളിൽ ഞാൻ തന്നെ രൂപീകരിച്ചുണ്ടാക്കി. അതെനിക്ക് ഒരുപാട് ആശ്വാസം തന്നിട്ടുണ്ട്. ഇപ്പം നമ്മള് പൊതുവെ ആ ഒരു സാധനത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്നിലും അവനിലും രണ്ടും അള്ളാന്റെ സൃഷ്ടിയാണ് എന്നുള്ളത്. ഞാൻ അള്ളാന്റെ സൃഷ്ടി എന്നുള്ള രീതിയിലൊന്നും അതിനെ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. അതൊരു സൃഷ്ടി എന്നുള്ള രീതിയിൽ അത് രണ്ടിലും ഒരേ തന്നെയാണ്. ഇപ്പൊ പഠിച്ചോൻ ദൈവം എന്നുള്ള രീതിയിൽ ഞാൻ അന്ന് ചിന്തിച്ചിരുന്നത്. രണ്ടും ദൈവം ഉണ്ടാക്കിയ ആളുകളാണ്, പിന്നെ എന്തിനാ ഞാനിങ്ങനെ ഭയപ്പെടുന്നത് എന്നൊരു സാധനമായിരുന്നു ഞാൻ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്നില് ഈ ഒരു മാറ്റം ഞാൻ ശ്രദ്ധിച്ചത് രണ്ട് കാര്യങ്ങളിലാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഇപ്പൊ മനുഷ്യനാകുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നമുക്ക് നിൽക്കാൻ പറ്റുക എന്നുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞല്ലോ, ഹിദായത്ത് വരുന്ന ഒരു വഴിയിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ആ ബ്ലോക്കുകളൊക്കെ മാറ്റും.
ഏഹ് അല്ല, ഒരു വലിയ ആള് വരുന്ന സമയത്ത് ആ റോഡിലെ ബ്ലോക്ക് ഒക്കെ മാറ്റും. അതേപോലെ ഹിദായത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ വഴിയിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ, ആ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളിൽ എനിക്കുണ്ടായ രണ്ട് മാറ്റങ്ങൾ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല്, എന്നിലെ ഒരു മനുഷ്യൻ ഇങ്ങനെ എന്താ പറയാ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലപൊക്കി നോക്കിയിരുന്ന രണ്ട് കാര്യങ്ങൾ. അതിൽ ഒന്നെന്ന് പറയുന്നത്, എനിക്ക് ഓപ്പൺ ആയിട്ട് ചിരിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു. എനിക്ക് എല്ലാവരോടും ചിരിക്കാൻ പറ്റുന്നു എന്നുള്ളതായിരുന്നു. പക്ഷെ അത് വളരെ നെഗറ്റീവ് ആയിട്ടായിരുന്നു അന്ന് എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാന് കാണുന്നവരോടൊക്കെ ചിരിക്കുമായിരുന്നു. അപ്പോ ഈ ഒരു ടാഗായി പോയി, കാണുന്നവരോട് മുഴുവൻ ചിരിക്കുക എന്നുള്ള സാധനം. അപ്പോ ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ പോണ സമയത്ത്, അന്ന് ഞാന് ഹൈസ്കൂളിലാണ് എന്റെ ഓർമ്മ. ഹൈസ്കൂളിലെ +1 അങ്ങനെയൊക്കെയാണ്. അപ്പോ മുന്നിന്ന് ഒരു കുറച്ച് പ്രായമായ ഒരു അമ്മ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വേഷ്ടി മുണ്ടൊക്കെ എടുത്ത് കുറച്ച് പ്രായമായവരാണ്. അപ്പൊ അവര് പിന്നെ അവരോട് ഞാൻ ചിരിച്ചു. അപ്പൊ അവരെന്നോടും ഭയങ്കരമായിട്ട് ചിരിച്ചു. അപ്പൊ എന്റെ ചിരി വരുന്നത് ഒരു എക്സ്ട്രാ അവിടെ ഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു ചിരിയല്ല ഞാൻ ചിരിക്കുന്നത്. എനിക്കറിയില്ല, അത് ഉള്ളുന്നൊരു സാധനം, ഉള്ളുന്ന് ചിരിക്കാൻ വേണ്ടി ഒരു സാധനം വരിക. അപ്പൊ എന്താ പറയാ, തീ ഇടുമ്പോ പുക വരില്ലേ, അതേപോലെ ഒരു ആക്ഷന് ഇവിടെ എന്തോ നടക്കുന്നുണ്ട് എന്റെ മനസ്സിനകത്ത്. ആ നടക്കണേന്റെ ആയിട്ടാണ് ഞാൻ ഈ ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവരോട് ചിരിച്ചു. ഇവരോട് ചിരിച്ചപ്പോ കൂടെയുള്ള കുട്ടികൾ ചോദിച്ചു, അവരെന്നോടും ചിരിച്ചു. അവർ ഭയങ്കര രസത്തിൽ എന്നോട് ചിരിച്ചു. ആ ചിരി എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്. ഭയങ്കര നിഷ്കളങ്കമായിട്ട് അവരെന്നോട് ചിരിക്കുക. അപ്പോ അവരിങ്ങനെ പാസ് ചെയ്ത് പോവുകയും ചെയ്തു. അപ്പൊ കുട്ടികൾ ചോദിച്ചു, അതാരാന്ന് ചോദിച്ചു. എനിക്കറിയില്ല. എന്തിനാ ഞാൻ അവരോട് ചിരിച്ചതെന്ന് ചോദിച്ചു. അത് ചിരി കണക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയുന്ന ഒരാളാണല്ലോ എന്ന് തോന്നുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അറിയാത്ത ആളാണ് ചിരിച്ചപ്പോ ഞാൻ ചിരിച്ചു, അങ്ങനെ പറഞ്ഞു ഞാൻ. പക്ഷെ അവരെല്ലാവരും അതിനെ ഭയങ്കര മോശമായിട്ടാണ് കണ്ടത്. അവിടുന്ന് അങ്ങോട്ട് എല്ലാവരും, ഈ കാണുന്ന ആളുകളോട് മുഴുവൻ ചിരിക്കാൻ പാടില്ലടോ, അങ്ങനെ ഒരാൾ കാണുമ്പോൾ തന്നെ അങ്ങനെ ചിരിക്കുകയാണോ, അങ്ങനത്തെ രീതിയിൽ എല്ലാവരും എന്നെ വിമർശിക്കാൻ തുടങ്ങി. അതെനിക്കാണെങ്കിൽ ഭയങ്കര പ്രയാസം ഉണ്ടാക്കി. കാരണം ഇതൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട്, അതിന്റെ ഫലമായിട്ടാണ് ഞാൻ ചിരിക്കുന്നത്. എനിക്കറിയില്ല, അത് എന്താ പറയാ, തന്നാലെ വന്നു പോകുന്ന ഒരു സാധനമായി മാറി. പക്ഷെ എനിക്കത് കൺട്രോൾ ചെയ്യാനും പറ്റണില്ല. പക്ഷെ അതൊരു മോശം സാധനമായിട്ട് എല്ലാവരും എന്നോട് പറയുകയും ചെയ്യാണ്. അതായിരുന്നു ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത് എന്താന്ന് വെച്ചാല്, എനിക്ക് മറ്റൊരാളില് ഒരു പ്രശ്നം പറയാൻ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അതെന്റെ വലിയൊരു എന്താ പറയാ, ഒരു പ്രശ്നമായിട്ട് എല്ലാവരും പറയാൻ തുടങ്ങി. ഒരാള് ഇപ്പൊ അന്ന് നടന്നൊരു ഉദാഹരണം എങ്ങനെയാണ്, കല്യാണത്തിന് പോവുമല്ലോ, കല്യാണത്തിന് പോയിട്ട് പുതിയ പെണ്ണിനെ കാണുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. പെണ്ണുങ്ങൾ എല്ലാവരും കൂടി ചെന്നിട്ട് അടിമുടി ഒരു സ്കാൻ ചെയ്തിട്ട് ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. അവൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന സംഭവം. അങ്ങനെ അതിൽ വേണ്ടിയിട്ട് ഇങ്ങനെ കയറി ചെല്ലാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ റൂമിനകത്ത് പെണ്ണിങ്ങനെ ഇരിക്കുക. പിന്നെ അറയിൽ കയറി ചെന്ന് അപ്പൊ എല്ലാവരും കണ്ട് പുറത്തിറങ്ങി. അപ്പോ ഈ കുറച്ച് പ്രായമായ ആൾക്കാരുണ്ട്, മുതിർന്ന ആളുകളുണ്ട്, അവരിങ്ങനെ പറയുന്നുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട്, അവന് കിട്ടിയതാണോ, അങ്ങനെ അങ്ങനെ കുറെ സാധനങ്ങൾ ഇങ്ങനെ പറയാം. അപ്പൊ ടീനേജിന്റെ കൂട്ടത്തിലാണ് ഞാനുള്ളത്. അപ്പോ അവരും ഇങ്ങനെ കുറച്ച് കുറച്ച് സംഭവങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ഒരാളെ പറ്റി, ഈ പെണ്ണിനെ പറ്റിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ അവരെന്നോടും ചോദിച്ചു, ഇങ്ങനല്ലേ അങ്ങനല്ലേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു. എനിക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും കൂടെ ഇട്ടിട്ട് എന്നെ അങ്ങോട്ട്, ഓ ഈ വലിയ ആളാവാൻ നോക്കുകയാണോ, അനക്ക് അങ്ങനെ തോന്നിയില്ലേ, അനക്കെന്താ കണ്ണില്ലേ, കണ്ണോട് നോക്കുന്ന ഒരാൾക്കും മനസ്സിലാവുന്ന സാധനമാണല്ലോ ഇത് എന്നൊക്കെ പറഞ്ഞു കുറെ എന്റെ മേലേക്ക് ഈ ഒരു സാധനം ഇട്ടു. അതിൽ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട്, എനിക്ക് എന്താ അത് മനസ്സിലാവാത്തത്, ഞാന് ഭയങ്കര മോശമാണല്ലോ, എനിക്കൊരാളെ ഇങ്ങനെ പറയാൻ കഴിയണില്ലല്ലോ എന്നതിൽ ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടു. കാരണം ഞാൻ അന്ന് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ എന്നിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കൂട്ടത്തിൽ നിൽക്കണ എന്റെ അതേ പ്രായക്കാർ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് തോന്നി. എന്താ എനിക്ക് ഒരാളെ പറ്റി ഇങ്ങനെ പറയാൻ കഴിയാത്തത്, ഞാൻ എന്താ കാണുന്നവരോട് മുഴുവൻ ഇങ്ങനെ ചിരിക്കുന്നത്, ഇങ്ങനെ ഒരു സാധനം എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു. പിന്നീട് ഞാൻ അവിടുന്നുള്ള അതിനുശേഷമുള്ള പഠനങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം, ഇതില് ഇത് ഒരു മനുഷ്യനിൽ ഉണ്ടാകുമ്പോഴാണ് അവനില് മനുഷ്യൻ എന്നുള്ള ഒരു സാധനം എന്താ പറയാ, ആ ഒരു ഗ്രേഡ് കിട്ടുന്നത് എന്നത് ഞാൻ പിന്നീട് വായിച്ചിട്ടാണ് അറിയുന്നത്. അത് കുറച്ച് സൈക്കോളജി, കുറച്ച് പുസ്തകങ്ങളും കാര്യങ്ങളിലാണ് എനിക്കത് കിട്ടുന്നത്. അത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം ഞാൻ വലിയ ആളായിട്ട് പറയല്ല കേട്ടോ, ഞാൻ ആ ഒരു രീതിയിലായിട്ട് പറയല്ല. ഒരാൾ എന്നുള്ള രീതി, ഞാൻ എന്നുള്ള സാധനം നിങ്ങൾക്ക് അവിടെ വെട്ടാം, എന്നിട്ട് അവിടെ ഒരാള് എന്നുള്ള രീതിയിൽ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ, അയാളിലും നേരത്തെ പറഞ്ഞതുപോലെ ഒരു മന്ത്രി കടന്നു വരുമ്പോ ചുറ്റുമുള്ള പുല്ലും കാര്യങ്ങളും ഒക്കെ വെട്ടി ആളുകളെയൊക്കെ മാറ്റി അവിടെ ക്ലീൻ ആക്കുന്നത് പോലെ, ഹിദായത്ത് എന്നുള്ള ഹിദായത്ത് അതിന്റെ ഒരു ഗുണമാണ് ഞാൻ പറയുന്നത്. ആ വെളിച്ചം ഇങ്ങനെ വരുമ്പോൾ നമ്മളെ കുറച്ച് പാകപ്പെടുത്തലുകൾ ഉണ്ട്. ആ പാകപ്പെടുത്തലിന്റെ ഭാഗമായിട്ട് എന്നിൽ സംഭവിച്ചൊരു സാധനമാണ്
കുറച്ചുകൂടെ മനസ്സിന് വിശാലമാകുന്നതിന്റെ ഭാഗമായിട്ടാണ് സംഭവിച്ചത്. ആ ഒരു ചിരിയും അതോടൊപ്പം തന്നെ വളരെ, ഞാൻ പറയാം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു. കാരണം ആ ഒരു ചിരി എന്നുള്ളതും അതുപോലെ തന്നെ ഒരാളെ എനിക്ക് ഇന്ന രീതിയിൽ എന്താ പറയുക വിമർശിക്കാൻ കഴിയാത്തൊരവസ്ഥ വരികയും എല്ലാവരിലും എന്നെ പോലെ തന്നെ ഒരാളെ അപ്പുറത്തും കാണാൻ കഴിയുന്നു എന്നുള്ളതും എന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ പിന്നീടാണ് എണ്ണുന്നത്. അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഒരു വേണ്ട ഒരു സാധനമാണ് എന്നുള്ളത് പിന്നീടാണ് എണ്ണുന്നത്. കാരണം എന്റെ ചുറ്റുമുള്ള ആളുകൾക്ക് മുഴുവനും അതൊരു വലിയ പ്രശ്നമായിട്ടാണ് തോന്നിയിരുന്നത്. അപ്പോ ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല്, നമ്മൾ മനുഷ്യനാകുക എന്നുള്ളതിൽ വളരെ എല്ലായിടത്തും നമ്മൾ കേൾക്കുന്ന, എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ വായിക്കുന്ന, അപ്പോഴും നമുക്ക് പലതും നേടാൻ പറ്റൂ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതെങ്ങനെ എന്നുള്ളത്, മനുഷ്യനാകുന്നത് എങ്ങനെ എന്നുള്ളത് നമ്മളിൽ ഒരു ഡൗട്ടുള്ള ഒരു സാധനം തന്നെയാണ്. നമ്മളെപ്പോഴും ഞാനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പൊസിഷനാണുള്ളത് അതിൽ ഞാൻ നിൽക്കുക എന്നതാണ്, അല്ലെങ്കിൽ എന്റെ പേഴ്സണാലിറ്റിയിൽ ഞാൻ നിൽക്കുക എന്നുള്ളതാണ് ഞാൻ മനുഷ്യനാകുക എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കാറുള്ളത്. പക്ഷെ എനിക്ക് മനസ്സിലായിട്ടുള്ള എന്താ വെച്ചാല്, എന്റെ ആ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ച ഈ ഒരു സാധനം, എന്നിലുള്ള ഒരു 2 ക്വാളിറ്റി ആയിട്ട് ഞാൻ അന്ന് എണ്ണിയിരുന്ന കുറച്ച് ഈ ഒരു സാധനം അന്ന് പ്രശ്നമാവുകയും പിന്നീട് അതെനിക്ക് ക്വാളിറ്റി ആയിട്ട് തോന്നുകയും ചെയ്ത സാധനം, അതൊക്കെ അവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്തത് കൊണ്ടായിരിക്കാം എന്നിലേക്ക് ആ സാധനം കടന്നു വന്നപ്പോ, ആ എന്താ പറയാ വേദം കടന്നു വന്നപ്പോ, അല്ലെങ്കിൽ നന്മ കടന്നു വന്നപ്പോ അവിടെ എനിക്കത് സ്വീകരിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാകുകയും അതിനെ എന്താ പറയാ അതിന് ശുദ്ധമായിട്ട് തന്നെ അവിടെ നിലനിർത്താൻ കഴിഞ്ഞതും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്തിൽ സ്വീകരിക്കുന്നു എന്നുള്ളത്, ആ സ്വീകരിക്കാൻ നമ്മൾ പാകപ്പെടണം. ആ സ്വീകരിക്കുന്ന ഇടം ആ പാലിന്റെ പാത്രം നമ്മൾ ക്ലീൻ ആക്കിയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ പാല് നമ്മൾ ശുദ്ധമാക്കി തന്നെ നമ്മൾ അതിൽ നിലനിർത്താൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. വളരെ കുഞ്ഞു മെസ്സേജാണ്. പക്ഷെ അത് എനിക്ക് ഉണ്ടാക്കിയൊരു മാറ്റം, അല്ലെങ്കിൽ പഠിച്ചു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്വീകരിക്കേണ്ടത് മുഴുവൻ, ഇപ്പൊ നമുക്കറിയാം തൗഹീദ് എന്നുള്ള വിഷയം, ഇപ്പൊ ഇന്നൊരു ക്ലാസ് ഉണ്ട് തൗഹീദ് എന്നുള്ള വിഷയം എന്ന് പറഞ്ഞ് നമ്മൾ കുട്ടികളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരാണെങ്കിലും നമ്മൾ തൗഹീദാണോ, തൗഹീദ് ഞാൻ കുറെ കേട്ടതല്ലേ, തൗഹീദ് എനിക്ക് അറിയുന്നതല്ലേ, ഈ ഒരു സാധനമാണ് നമ്മൾ വരിക. പക്ഷെ തൗഹീദ് എന്നുള്ളൊരു വിഷയം, ഏകദൈവ ആരാധന എന്ന് നമ്മൾ അവിടെ ചുരുക്കുമ്പോ അതിൽ നിന്നും പിന്നെ നമുക്ക് ഒരുപാട് കാര്യം തൗഹീദിനകത്ത് ഇരുന്ന് കഴിഞ്ഞാല് എന്താണ്, നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടൂലേ. പക്ഷെ തൗഹീദ് തന്നെയാണോ ഇന്നും അവിടെ വിഷയം എന്ന രീതിയിൽ നമ്മൾ അതിനെ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ. അപ്പം പിന്നെ വിഷയങ്ങളെ നമ്മളിലേക്ക് അത് എങ്ങനെ എത്തുന്നു എന്നുള്ളതും അവിടെ നിന്ന് നമ്മൾ അതിനെ പാകപ്പെടുത്തുന്നു എന്നുള്ളതുമാണ് ഏറ്റവും പ്രസക്തി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് 1-2 കാര്യങ്ങൾ കൂടെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഏതായിരുന്നാലും പറയുന്നില്ല, കാരണം സമയം നമുക്ക് കുറച്ച് ആയി. അരമണിക്കൂർ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോ എനിക്കിപ്പോഴും ആഗ്രഹമുള്ള ഒരു സാധനമാണ് എനിക്ക് മനുഷ്യനായിട്ട് തന്നെ നിൽക്കാൻ കഴിയണം എന്നുള്ളൊരു സാധനം. അതിലും വലുതായിട്ട് ഒന്നും വേണ്ട. വേറെ 1-2 കാര്യങ്ങളും കൂടെ ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് എനിക്ക് ആ ഒരു മാറ്റം തുടങ്ങിയ സമയത്ത് എനിക്ക് കിട്ടിയ 1-2 സാധനങ്ങൾ ഞാൻ ഇങ്ങനെ അതിലിങ്ങനെ ഹോൾഡ് ചെയ്യാൻ തോന്നൂല നമുക്ക്. ചില സ്നേഹങ്ങൾ അങ്ങനെയാണ് അല്ലെ, ചില ആളുകൾ നമ്മളെ എടുത്ത് വന്നാണ്ട് പോകും, പോയി കഴിയുമ്പോ അയ്യോ അയാൾ പോയല്ലോ എന്ന് പറഞ്ഞ സങ്കടം നമുക്ക് ഇങ്ങനെ വരും. പക്ഷെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന മെമ്മറീസിൽ നമ്മൾ എന്ത് ചെയ്യും, ആ മെമ്മറിയിൽ നമ്മൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കും. ആ ഹോൾഡ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അവരുള്ള പോലെ നമുക്ക് തോന്നും അല്ലെ. അതേപോലെ അനുഭവിച്ച ചില സാധനങ്ങളുണ്ട്, ആ സാധനങ്ങൾ കയ്യിൽ നിന്ന് പോകും എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ അതിൽ തന്നെ ഇങ്ങനെ മുറുകി പിടിക്കാൻ തോന്നും. അങ്ങനെ തോന്നിയ ഒരു സാധനമാണ് ഈ ഒരു സാധനം. എന്റെ നിന്ന് ഈ ആത്മാർത്ഥമായ ചിരി പോകല്ലേ എന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു സാധനം. അതേപോലെ പിന്നെ ഒരാളെ കാണുമ്പോൾ അയാൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് എന്റെ മനസ്സിനെ നീ താഴ്ത്തല്ലേ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ അതിൽ നിന്നും അത് ഭയങ്കര സുന്ദരമായത് കൊണ്ട്, വളരെ കുഞ്ഞി സാധനമാണ് കേട്ടോ. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സാധനം എന്തൊക്കെ വിചാരിക്കും, പക്ഷെ വളരെ കുഞ്ഞി സാധനം. പക്ഷെ എനിക്കത് ഭയങ്കര, ഞാനത് എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനകത്ത് ഇങ്ങനെ എനിക്കതിനകത്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ, അതിനകത്ത് ഇങ്ങനെ നിൽക്കാനുള്ള ഒരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്തത്. പിന്നെ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾ ഇത് കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു തുടക്കമാണ്, നമ്മളുടെ പരിവർത്തനത്തിന്റെ ഒരു തുടക്കമാണ്. ആ തുടക്കത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ എടുക്കാനും നമുക്ക് തുടർന്ന് പഠിക്കാനും ഒക്കെ സാധിക്കട്ടെ. അടുത്ത വിഷയം ഇതുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ്, അതുകൊണ്ട് നിങ്ങൾ അടുത്ത ക്ലാസ്സിലും എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇത് സൂമിൽ കേൾക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് നിങ്ങൾ യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതിന്റെ ലിങ്ക് കൊടുക്കുക. കേൾക്കണം, ഇത് കേട്ട് എന്തെങ്കിലും ഉപകാരം ആർക്കെങ്കിലും കിട്ടും എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഇത് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ
ഈ ഒരു സമയത്ത് ജോയിൻ ചെയ്ത ആളുകൾക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ് കേട്ടോ. രാവിലെ ഈ ഒരു സമയത്ത് ഈ ഒരു കാര്യം കേൾക്കണമെന്ന് ആഗ്രഹിച്ചു വന്ന ആളുകൾക്ക് ഒരുപാട് നന്ദി. ഓക്കെ, വാഹിർദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. കുറച്ച് സമയം ഇന്ന് ഞാൻ കുറച്ചേറെ പറഞ്ഞു തോന്നുന്നു, കുറച്ച് സമയം കൂടുതലായി പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഇതില് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാവുന്നതാണ് കേട്ടോ. അസ്സലാമു അലൈക്കും. ഇപ്പം ഈ ഒരു വലിയൊരു മെസ്സേജ് തന്നെയാണ്. ഈ മെസ്സേജ് കേട്ടപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ച്. ഇപ്പം ഒരു മരത്തിൽ നിറച്ചും ഫ്രൂട്ട്സ് തൂങ്ങി നിൽക്കുമ്പം ആ ഫ്രൂട്ട്സിന്റെ ഭാരം കൊണ്ട് അതെപ്പോഴും താഴോട്ടാണല്ലേ തൂങ്ങുക. അതിന് അഹങ്കരിച്ച് മേലോട്ട് എനിക്ക് എൻ്റെ കയ്യിൽ നിറയെ സാധനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മേലോട്ട് പൊന്താൻ ശ്രമിച്ചാൽ പറ്റൂല എന്ന പോലെയാണ്. ഇപ്പം നമ്മിലൊരു സാധനം സിസ്റ്റർ പറഞ്ഞ ആ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഹംബിൾനെസ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു സംഭവമാണ്. പിന്നെ അതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത്. അല്ലാഹ് സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും ഈ ഒരു സാധനം ഉണ്ടാവാന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ജസാക്കല്ലാഹു ഖൈർ. ജസാക്കല്ലാഹു ഖൈർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അൽഹംദുലില്ലാ, ജസാക്കല്ലാഹു ഖൈറൻ. ഇപ്പൊ ആയിഷ പറഞ്ഞ പോലെ തന്നെ എനിക്കും ഈ പറഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരാളാട്ടോ. ഈ പറഞ്ഞ പോലെ വേറൊരാളുടെ കുറ്റം കണ്ടുപിടിക്കാൻ പറ്റാതെ ഈ പറഞ്ഞ ഇൻസിഡൻസ് ഒക്കെ തന്നെ. അപ്പൊ എന്നിൽ ഇങ്ങനത്തെ നല്ല ക്വാളിറ്റീസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ അതൊക്കെ നല്ല ക്വാളിറ്റീസ് ആണെന്ന് നമ്മള് റിയലൈസ് ചെയ്യുമല്ലോ. ഇപ്പൊ ആയിഷ പറഞ്ഞ അത് നല്ലതാണെന്ന് മനസ്സിലായി. ആൾക്കാരൊക്കെ പറയണ നിനക്കെന്തോ കുഴപ്പമുണ്ട് എന്നുള്ളത്. അപ്പൊ നല്ലതാണ് നമ്മള് ഹ്യൂമാനിറ്റി, ആ ഒരു മനുഷ്യനാവുന്നത് ഇങ്ങനെയാണ് ഒരു റിമൈൻഡർ പോലെ എനിക്ക് വന്നു. എന്റെ പഴയ കാലത്തിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോയി ഇതൊക്കെ എന്റെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലുണ്ടായി. ജസാക്കല്ലാഹു ഖൈറൻ. ആമീൻ ആമീൻ വയ്യാക്കും. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ അടുത്ത ക്ലാസ്സിൽ പറയുന്നത് ഇൻഷാ അല്ലാഹ് ഇതിന്റെ തുടരാണ്. അപ്പോ അനീസ പറഞ്ഞു വെച്ചത് ശരിക്കും പറഞ്ഞാൽ അടുത്ത ക്ലാസ്സിലേക്കുള്ള ഒരു ഇതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറ്റുമെങ്കിൽ അവിടെ സംസാരിക്കാം. എന്താ പറഞ്ഞോ? ഹലോ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. വളരെ നല്ല ക്ലാസ് ആട്ടോ. ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഓരോ ചിന്താമണ്ഡലത്തിലേക്ക് പോകാനായിട്ട് സഹായിക്കുന്ന. അള്ളാഹു തുടരാൻ അനുവദിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. വളരെ സന്തോഷം. ജസാക്കല്ലാഹു ഖൈർ. ഇൻഷാ അല്ലാഹ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് എല്ലാ ക്ലാസ്സിലും ഓരോരുത്തരായിട്ട് നിങ്ങളുടേതായ രീതിയിൽ എന്താണോ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പോൾ നസീമ മാം പറഞ്ഞതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ അതിന്റെ കൂടെ ആഡ് ചെയ്യാനുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അങ്ങനെ എന്താ പറയാ, അങ്ങനത്തെ കുറെ ചാടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാവുന്ന ഒരു ഇടമായിട്ട് നിങ്ങൾ ഇതിനെ കാണണം. ഇൻഷാ അല്ലാഹ് അത് നമുക്കും തന്നെ ഒരുപാട് ഉപകാരം ചെയ്യും. ഓക്കെ, നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.